സുഹൃത്തുക്കളെ, നല്ല മഴയും വെള്ളമൊക്കെയാണ്. അതിനിടയിൽ നിലമ്പൂർ രാഷ്ട്രീയം ഇങ്ങനെ ചൂട് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ 1, 2, 3, 4 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഭയങ്കര രസമുള്ള രാഷ്ട്രീയമല്ലേ? UDF കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ ഒരല്പം വേറൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സ്ഥാനാർത്ഥിയൊക്കെ തീരുമാനിച്ചു, പക്ഷേ UDFിനുള്ളിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും കൗതുകകരമായ രാഷ്ട്രീയം. PV അൻവറാണ് പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന PV അൻവറിനെ ഇപ്പോൾ ഫലത്തിൽ UDFും എടുക്കാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒടുവിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നൊക്കെ അൻവർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പക്ഷേ ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് എങ്കിലും കിട്ടിയാൽ മതി എന്ന നിലയിലേക്ക് അൻവറിൻ്റെ നിലപാട് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകും. നാളെയോടുകൂടിയൊക്കെ ഒരു അന്തിമ തീരുമാനം ഇതിലുണ്ടാകും. UDF സെറ്റിൽമെൻറ്റിന് ശ്രമിക്കുന്നുണ്ട്. എനിക്കിതിൽ കണ്ട കുറേ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഏറ്റവും രസകരമായി തോന്നിയത് UDFിൻ്റെ നിലപാട് തന്നെയാണ്. UDF നിലമ്പൂർ പോലൊരു മണ്ഡലത്തിന് അൻവറിൻ്റെ പിന്തുണ ഉണ്ടാകുന്നത് പിണറായി വിജയനെതിരെ ഒരു വലിയ വികാരം സൃഷ്ടിക്കുന്നതിൽ അൻവറിനും വലിയ സ്വാധീനം ഉണ്ടാകും. ആ അൻവറിനെ കൂടെ നിർത്തുക എന്നുള്ള തന്ത്രമാണ് സ്വാഭാവികമായിട്ട് ശ്രമിക്കുക. UDFും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ നിലമ്പൂർ കടന്നാൽ മാത്രം പോലല്ലോ, അതിന് ശേഷം ഉണ്ടാകുന്ന തലവേദനകൾ എത്രത്തോളം വലുതാണ്. ഇതെല്ലാമാണ് ഫലത്തിൽ UDFിനെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മഴ ആയതുകൊണ്ട് നിറയെ താറാവുകളും ബഹളമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവർ ഭയങ്കര ബഹളമാണ്, കണ്ടില്ലേ? എന്തായാലും ആ കാഴ്ചകൾ കൂടി നിങ്ങൾ കാണൂ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്യാം. എന്തായാലും നിലമ്പൂർ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് PV അൻവറിൻ്റെ സ്വാധീനം. ആ PV അൻവറിൻ്റെ സ്വാധീനം കൂടി ലഭിക്കാതെ സ്വന്തം നിലയിൽ ജയിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ PV അൻവറിനെ എതിർക്കുന്നത് കൊണ്ട് തന്നെയാണ് VS ജോയി എന്ന സ്ഥാനാർത്ഥി. VS ജോയി ആയിരുന്നു കോൺഗ്രസ്സുകാരുടെ ഏതാണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി. VS ജോയിക്കായിരുന്നു ജയസാധ്യത. അവിടെ VV പ്രകാശിൻ്റെ കഴിഞ്ഞ തവണത്തെ തോൽവിയിലടക്കം ആര്യാടൻ ഷൗക്കത്തിന് അതിനൊരു പങ്കുണ്ട് എന്ന് കരുതുന്നവരുണ്ട് കോൺഗ്രസ്സിൽ. ചെറിയ വോട്ടിനാണ് VV പ്രകാശ് തോറ്റത്. പക്ഷേ അത് ഒരു വലിയ വിഷയമായി നിൽക്കുന്നു. അതുകൊണ്ട് ഷൗക്കത്തിനേക്കാൾ സാധ്യത VS ജോയിക്കാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസ്സിലെ ഒരു കണക്കുകൂട്ടലുള്ളത്. പക്ഷേ ആ കണക്കുകൂട്ടലിനെ തെറ്റിച്ചത് ഫലത്തിൽ അൻവറിൻ്റെ ഇടപെടലാണ്. അൻവർ ആദ്യമേ കയറി ഒരു സൂപ്പർ ലീഡർ ചമയാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ. സൂപ്പർ ലീഡർ ചമഞ്ഞ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് സഹിക്കാത്തത്? അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും ഇതേ നിലപാട്, ഇതിനൊക്കെ ശേഷവും ഈ പ്രശ്നമെല്ലാം പരിഹരിക്കുകയും ചർച്ചകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ എന്നിരുന്നാലും അതിന് ശേഷവും ഇതേ നിലപാടുമായി അൻവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും രംഗത്തെത്തി. അൻവറിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കിയാൽ 1-2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് UDF പ്രവേശനം തന്നെയാണ്. ആ UDF പ്രവേശനം എന്ന കാര്യം നടക്കാതെ വന്നതോടെ ഇപ്പോൾ മറ്റൊരു നിലപാടിലേക്ക് അൻവർ പോകുന്നുണ്ട്. അതായത് ഈ അസോസിയേറ്റ് മെമ്പർഷിപ്പ് സ്ഥാനമെങ്കിലും പ്രഖ്യാപിച്ചാൽ മതി, അതുപോലും ആക്കിയിട്ടില്ല, മാസങ്ങളായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. രണ്ടാമത് 3 സീറ്റെങ്കിലും PV അൻവർ ചോദിക്കുന്നുണ്ട്. PV അൻവറിനൊരു സീറ്റ്, ഒപ്പം നിൽക്കുന്നവർക്ക് ഓരോ സീറ്റ് എന്നുള്ള നിലയാണ്. പക്ഷേ അതിലൊന്നും ഒരു ഉറപ്പും UDF നേതൃത്വം ഇപ്പോൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും PV അൻവറിനെ ഒപ്പം നിർത്തുന്നത് ഈ പിണറായി വിരുദ്ധ രാഷ്ട്രീയം പറയാൻ PV അൻവർ ശക്തനാണ് എന്നൊക്കെ അറിയാം UDF നേതാക്കളെ സംബന്ധിച്ച്. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത് ഇപ്പുറത്തെ ഇതാണ്. അതായത് ഈ അൻവറിനെ കൊണ്ടുവന്ന് കയറ്റിക്കഴിഞ്ഞാൽ ഒരു വലിയ തലവേദനയാകുമോ? ഇപ്പോൾ PC ജോർജിൻ്റെ കാര്യത്തിലുണ്ടായല്ലോ. PC ജോർജിനെ ഒരു സമയത്ത് മുന്നണിയിലെടുക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നെയും വലിയ വലിയ പ്രശ്നങ്ങളാണ് ജോർജ് ആ മുന്നണിയിൽ നിന്നുകൊണ്ട് സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരാളെ പാർട്ടിയിൽ എടുക്കണോ എന്നുള്ള തീരുമാനമാണ്. അതായത് UDFിൻ്റെ നിലപാടിന് കയ്യടി കൊടുക്കേണ്ടതാണ്. അത് VD സതീശനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ VD സതീശൻ എടുക്കുന്ന നിലപാടിന് കയ്യടി കൊടുക്കേണ്ടതാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. കാരണം കേവലം നിലമ്പൂർ ജയിക്കുക എന്നുള്ളതല്ല. ഇനിയിപ്പോൾ നിലമ്പൂർ തോറ്റാലും UDFിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. അത് UDFിൻ്റെ സിറ്റിംഗ് സീറ്റൊന്നുമല്ല. പക്ഷേ LDFിൻ്റെ നേട്ടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് അൻവറിനെ പോലെ ഒരാൾ ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് നിന്നുകൊണ്ട് തന്നെ മുന്നണിയെ പ്രതിസന്ധിയിലൊരാക്കുന്ന ഒരാൾ, മുന്നണിയിൽ എത്തിപ്പോലില്ല, അതിന് പുറമെ അതിന് മുൻപ് തന്നെ നിന്നുകൊണ്ട്, സാധാരണ മുന്നണിയിൽ എത്തുന്നതിന് മുമ്പ് എല്ലാവരും ഒരു വളരെ നല്ല രീതിയിലൊക്കെ പെരുമാറാൻ ശ്രമിക്കില്ല. ഇത് അതൊന്നുമല്ല. അതിന് മുൻപ് തന്നെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ.
അങ്ങനെ ഒരാളെ യഥാർത്ഥത്തിൽ മുന്നണിയിലെടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വി ഡി സതീശൻ്റെയും മറ്റും നിലപാട് എന്ന് തന്നെ പറയേണ്ടി വരും. വി ഡി സതീശനല്ല, അൻവർ ഇങ്ങനെ വലിയ കുഴപ്പമുണ്ടാക്കിയതുകൊണ്ടാണ് അൻവറിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ ആരും വരാത്തത്. സത്യത്തിൽ കെ സുധാകരൻ പറഞ്ഞതിലും വി ഡി സതീശനെതിരെ എന്നൊക്കെ ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും സുധാകരന് പോലും വലിയ രീതിയിൽ പിന്തുണ എന്താ പറയുക, ഈ അൻവറിനെ പിന്തുണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെയാണ് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത ആളാണ് ഇപ്പുറത്ത് വി ഡി സതീശൻ എന്നുള്ളത് നമുക്ക് നിസ്സംശയം സതീശന് കയ്യടി കൊടുക്കേണ്ടതാണ്. അൻവർ പുറത്തെങ്കിൽ പുറത്ത്, അതായിരിക്കും ഒരു പക്ഷേ ഭാവിയിലേക്ക് നല്ലത് എന്നുകൂടി ഇപ്പുറത്ത് സതീശനും ഒപ്പമുള്ളവരും ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ചെറിയ തലവേദനയൊന്നും ആകില്ല അൻവർ യു ഡി എഫിൽ എത്തിയാലും സൃഷ്ടിക്കുക എന്നുള്ള വിലയിരുത്തൽ കൂടി കോൺഗ്രസ് നേതാക്കൾക്ക്, യു ഡി എഫ് നേതാക്കൾക്ക് ഒക്കെയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അൻവർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണ് ജയിച്ചത്. പക്ഷേ അൻവർ പല ലീഗ് വോട്ടുകളും ഒക്കെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഇനി ആര്യടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയതുകൊണ്ട് മാത്രം ഒരുപക്ഷെ യു ഡി എഫ് തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും ചിലർ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കുള്ളിൽ നിലമ്പൂരിൽ തന്നെ ആര്യടൻ ഷൗക്കത്തിനുള്ള വലിയ ശത്രുതയാണ്. ആ ശത്രുതയാണ് കഴിഞ്ഞ തവണ പോലും അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. യു ഡി എഫ് നേതൃത്വമായിട്ടൊക്കെ അദ്ദേഹം അകന്ന് നിൽക്കുന്നു, എൽ ഡി എഫുമായി ചർച്ച നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളെ ഫലത്തിൽ എന്താണ് കോൺഗ്രസ്സുകാർ പോലും പലരും കാലുവാരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതാണ് തൊട്ടിപ്പുറത്തുള്ള മറ്റൊരു സാധ്യത. ഇനി അറിയേണ്ടത് എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ്. ഇപ്പോൾ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമൊന്നുമല്ല. ബി ജെ പി അവിടെ മത്സരിക്കാൻ പോലും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻവറിനെ ഇങ്ങനെ പുറത്ത് നിർത്തുന്നത്, അൻവർ പറഞ്ഞ പോലെ നഗ്നനായി തന്നെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളത് ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ്. ഞങ്ങൾ പഴയ യു ഡി എഫ് ഒന്നുമല്ല, പഴയ പോലെ കോംപ്രമൈസിങ് ചുമ്മാ കിടന്നിട്ട് ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിക്ക് വഴങ്ങുന്ന യു ഡി എഫ് അല്ല എന്ന ഫലത്തിൽ തെളിയിച്ചിരിക്കുകയാണ് ഈ പറയുന്ന വി ഡി സതീശൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതൊരു കയ്യടി കൊടുക്കേണ്ട നിലപാടായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും അൻവർ ഏറ്റവും ഒടുവിൽ പായം ചുരുട്ടി യു ഡി എഫിലേക്ക് തന്നെ എത്താനാണ് സാധ്യത. കാരണം മറ്റൊരു സാധ്യത ഇല്ലല്ലോ. ഇപ്പുറത്ത് എൽ ഡി എഫിനെ പരമാവധി വെറുപ്പിച്ചു, ബി ജെ പിക്കെതിരെയും പറഞ്ഞു. അൻവറിനൊരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അൻവറിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അൻവർ ആദ്യം കോക്കസ് രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം വീണ്ടും യു ഡി എഫിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അൻവറിൻ്റെ പദ്ധതി ആകെ പാളിപ്പോകുന്നു. അതായത് ആദ്യം കോക്കസ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുക, അതിനുശേഷം ഈ പറഞ്ഞതുപോലെ DMK പോലുള്ള കക്ഷികളുമായി ഒത്ത് തമിഴ്നാട് മോഡലൊക്കെ നടപ്പാക്കാനാണ് ശ്രമിച്ചത്. അൻവറിൻ്റെ കണക്കുകൂട്ടലുകൾ പൊളിറ്റിക്സിലെ ശരിയല്ല എന്നുള്ളതാണ്. അൻവറിൻ്റെ ഒരു പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാവായാണ് കാണുന്നത്. അങ്ങനെ ഒരു പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാവിനെ എടുക്കണോ എന്ന സംശയം തന്നെയാണ് യു ഡി എഫിനുള്ളത്. എന്തായാലും യു ഡി എഫ് പിടിച്ച പിടിയാലെ നിൽക്കുകയാണ്. സതീശൻ സ്ട്രോങ് ആണ്, ഒരു സംശയമില്ല. പല കാര്യത്തിലും സതീശനോട് വിയോജിപ്പ് തോന്നുമ്പോഴും ഇക്കാര്യത്തിൽ സതീശന് കയ്യടി കൊടുക്കാനാണ് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയ വീഡിയോകളുമായി വരാം. അതുവരെ നന്ദി.